എല്ലാവർക്കും MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാടമുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ ഈ റോസ്റ്റ് നമുക്ക് അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. കാടമുട്ട അല്ലാതെ നമുക്ക് താറാമുട്ടയോ കോഴിമുട്ടയോ ഒക്കെ ഉപയോഗിച്ച് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതിനു വേണ്ടി ആദ്യം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് നമുക്ക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്ത് 6 സബോള ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 5-6 വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ഇതുപോലെ നമ്മൾ കീറി വെച്ചതാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുവാണെങ്കിൽ സവോള നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. സവോള നന്നായിട്ട് വഴന്നിട്ട് ബ്രൗൺ കളറിലേക്ക് ആകണം. ഇപ്പോൾ സവോള റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. കുരുമുളക് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അരപ്പ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കാം. ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുവാണ്. മുട്ട നമ്മൾ പുഴുങ്ങി തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. കാടമുട്ട ആയതുകൊണ്ട് നമ്മൾ 40 എണ്ണം എടുക്കുന്നുണ്ട്. കോഴിമുട്ടയോ താറാമുട്ടയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 6 എണ്ണമൊക്കെ പുഴുങ്ങി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മുട്ട പൊടിഞ്ഞു പോകാതെ അരപ്പ് മുട്ടയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന തന്നെ വിചാരിക്കുന്നു. റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്